രതീഷ്, മലപ്പുറം പൂക്കോട്ടൂരിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. ചെറിയ സംഘർഷത്തിലേക്ക് കൊട്ടിക്കലാശത്തിലെ പ്രകടനം വഴിവെക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് LDF പ്രവർത്തകരും മറുഭാഗത്ത് UDF പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് രണ്ട് മുന്നണികളും സംഗമിക്കുന്ന ഭാഗത്ത് വെച്ച് ചെറിയ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് നേരിയ ഒരു സംഘർഷത്തിന് വഴിവെച്ചു. ഇവിടെ ഈ ലീഗിന്റെ വാഹനം വരുന്നത് തടയാൻ LDF പ്രവർത്തകർ ശ്രമിക്കുകയാണ്. അത് മുന്നോട്ട് പോകാൻ വേണ്ടി UDF പ്രവർത്തകർ ശ്രമിക്കുന്നു. ഈ സ്ഥലത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് വഴിവെച്ചതാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ശബ്ദം ഉണ്ട്. അതിനിടയിൽ തന്നെ ഈ ബഹളത്തിനുള്ളിൽ തന്നെ ഈ ഒരു സാഹചര്യം വ്യക്തമാവുന്നില്ല. എന്തായാലും പ്രവർത്തകർ തമ്മിൽ ഒരു വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. അത് നിയന്ത്രിക്കാൻ ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സ്ഥലത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ്. രണ്ട് പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ഇടതും വലതും വശത്തായി UDF LDF പ്രവർത്തകർ നിലകൊള്ളുന്നുണ്ട്. അത്തരത്തിലാണ് ഈ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതിനിടെയാണ് നേരിയ സംഘർഷത്തിന് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. LDF പ്രവർത്തകർ UDF പ്രവർത്തകർ ഇത്തരത്തിലൊരു ഉന്തും തള്ളും ഉണ്ടാവുന്നത് തുടരുകയാണ്. ഒരു നിശ്ചയിച്ച സ്ഥലത്തിന് നിന്ന് മുകളിലേക്ക് UDF പ്രവർത്തകരുടെ വാഹനം വരുന്നത് LDF പ്രവർത്തകർ തടയുകയാണ്. UDF പ്രവർത്തകർ ഇടപെട്ട് ആ വാഹനം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതൊരു ഉന്തും തള്ളും തന്നെ കലാശിക്കുകയാണ്. വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇരുഭാഗത്തുമായി തന്നെ പ്രവർത്തകർ ഈ വാഹനത്തെ കടത്തിവിടുന്നില്ല. വാഹനത്തെ കടത്തിവിടാൻ വേണ്ടി ഒരു ഭാഗത്ത് നിന്ന് പ്രവർത്തകർ ശ്രമിക്കുന്നുമുണ്ട്. അതാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നത്. രതീഷ്, അത് ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ഇവിടെ പോലീസ് വിന്യാസം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നേരത്തെ തന്നെ ഈ നഗരത്തിന്റെ മലപ്പുറത്തു നിന്നുള്ള ദൃശ്യമാണ്. അത് പൂക്കോട്ടൂരിലെ ദൃശ്യമാണ്. പൂക്കോട്ടൂർ എന്നത് മലപ്പുറം ബ്ലോക്കിൽ പെടുന്ന ഒരു പഞ്ചായത്താണ്. പൂക്കോട്ടൂർ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലവുമാണ്. അവിടെയാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് എന്നാണ് അരുൺ അമർനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം നഗരവുമായി ബന്ധപ്പെട്ട് അധിക ദൂരത്തിലല്ലാത്ത ഒരു സ്ഥലമാണ്, ഒരു പഞ്ചായത്താണ്. മലപ്പുറം ബ്ലോക്കിൽ പെടുന്ന ഒരു പഞ്ചായത്താണ് പൂക്കോട്ടൂർ. ഈ പൊന്മല, ഒതുക്കുങ്ങൽ, മുറയൂർ, കോടൂർ, ആനക്കയം ഇതെല്ലാം ഈ മലപ്പുറം ബ്ലോക്കിൽ വരുന്ന പഞ്ചായത്തുകളാണ്. അതിൽ മലപ്പുറത്തെ പൂക്കോട്ടൂരിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് ഒരു തർക്കം രൂപപ്പെടുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുണാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സാന്നിധ്യം ഇല്ല എന്നാണ്. അരുൺ, കേൾക്കാമെങ്കിൽ തുടരാം. അതായത് രതീഷ്, പോലീസ് വിന്യാസം ഇല്ല. പോലീസ് നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകിയത്, അതായത് നഗരത്തിന്റെ പ്രധാന മേഖലകളിലേക്ക് പ്രകടനവുമായി എത്തരുത് എന്നൊരു വിലക്ക് പോലീസ് നൽകിയിരുന്നു. പിന്നാലെ അതാത് വാർഡിലും ആ പഞ്ചായത്തുകളിലും മാത്രം പ്രകടനം മതി എന്ന നിർദ്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലൊരു കലാശക്കെട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ മേഖലകളും തന്നെ. അതിനാൽ തന്നെ ഈ ഒരു മേഖലയിൽ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പ്രകടനം നടക്കുന്ന മേഖലയിലൂടെ ഈ UDFന്റെ വാഹനം, ലീഗ് പ്രവർത്തകരുടെ സ്പീക്കറുകൾ ഉൾപ്പെടെ അടങ്ങിയ വാഹനം കടങ്ങി പോകുന്നത് തടയാനാണ് LDF പ്രവർത്തകർ ശ്രമിച്ചത്. അപ്പോൾ വഴിയരികിലുണ്ടായിരുന്ന UDF പ്രവർത്തകർ അത് ഇടപെട്ട് അവിടെ കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും ആ സാഹചര്യം തുടരുകയാണ്. ഈ ലീഗ് പ്രവർത്തകരുടെ വാഹനത്തെ കടന്നു പോകാൻ LDF പ്രവർത്തകർ ശ്രമിക്കുന്നില്ല. അത് മാറ്റി ഉന്തും തള്ളും ഉണ്ടാകും സാഹചര്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്.